ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആട്ടോ. കംപ്ലീറ്റ് ഒരു ഡേ ഇൻ മൈ ലൈഫ് അല്ല, ഇന്നൊരു ബിസി ഡേ ആയിരുന്നു. അപ്പോൾ 2-3 കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഒന്ന് റെക്കോർഡ് ചെയ്ത് ഒരു വ്ളോഗ് ആക്കാമെന്ന് കരുതി. അപ്പോൾ ഫസ്റ്റ് പോകുന്നത് നമ്മുടെ ട്രെൻഡ്സിലേക്കാട്ടോ. വെറുതെ അവിടെ കളക്ഷനൊക്കെ ഉണ്ടോ എന്നറിയാൻ വേണ്ടി പോയതാണ്. ഒരു ഡ്രസ്സ് എടുക്കണം എത്തനിക്കൽ വെയർന്ന് ഉദ്ദേശിച്ച് പോയതാണ്. പക്ഷേ എന്താണെന്നറിയില്ല, അവിടെ അത്ര കളക്ഷനൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒന്നും എടുക്കാതെ തിരിച്ചിറങ്ങേണ്ട വന്നു. അത് കഴിഞ്ഞ് നേരെ പോയത് ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ടോ. ലഞ്ച് കഴിക്കാൻ കയറിയപ്പോൾ തന്നെ നല്ല മഴയായിരുന്നു. അപ്പോൾ ലഞ്ചിന് എന്താ കഴിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നെയ്ച്ചോറും പരിപ്പും അച്ചാറ് സാലഡ് പപ്പടം പിന്നെ ബീഫും. ഫുഡ് കഴിച്ചത് നമ്മുടെ കളമശ്ശേരിയിലുള്ള പെരുമ്പാവൂരിലെ കല്യാണ വീട്ടിലെ നെയ്ച്ചോറ് ഇറച്ചി എന്ന് പറഞ്ഞ ഷോപ്പിൽ നിന്നാട്ടോ. നല്ല ഫുഡായിരുന്നു, കുറച്ച് ഫേമസ് ആണത്. അത് കഴിഞ്ഞിട്ട് അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി എടുത്തിട്ട് ഫസ്റ്റ് സർവീസിന് കൊടുക്കണമായിരുന്നു. അപ്പോൾ ഞാൻ വണ്ടി എടുത്തത് നമ്മുടെ കളമശ്ശേരിയിലുള്ള നിപ്പോൺ ടൊയോട്ടയെന്ന്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് സർവീസ് കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നത് ഞാനും ഇക്കയും കൂടെ കേട്ടോ. ഇക്കയെ നിങ്ങൾക്കറിയായിരിക്കും, എൻ്റെ വ്ളോഗിൽ ഞാൻ പറയാറുണ്ട്. അത് കഴിഞ്ഞ് ജെയിനെ ഓഫീസിൽ നിന്ന് വിളിച്ചുകൊണ്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി. കാരണം എനിക്കൊരു റാബിസിൻ്റെ ബൂസ്റ്റർ എടുക്കണമായിരുന്നു. എൻ്റെ പുറത്തെ പൂച്ച ഒന്ന് ജസ്റ്റ് സ്ക്രാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. അപ്പം നമ്മളിന്ന് ബാക്കി ഇനി 2 കാര്യങ്ങളാണ് ഉള്ളത്. ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് വീണ്ടും വന്ന് കുളിച്ചു, ഒന്ന് റെഡിയായി. ഇനി പോകേണ്ടത് വണ്ടി തിരിച്ചെടുക്കാൻ പോകണം, സർവീസിന് കൊടുത്തത്. അതിന് ശേഷം നമുക്ക് ലുലുവിൽ ഷോപ്പിംഗ് ഉണ്ട്. മന്ത്ലി പർച്ചേസ് കുറച്ച് ഡിലേ ആയിരുന്നു, എല്ലാ സാധനങ്ങളും ഏകദേശം ഖതമായി. അപ്പോൾ ഇനി നമുക്ക് നേരെ വണ്ടി എടുക്കണം, ഷോപ്പിംഗ്. ദാറ്റ്സ് ഇറ്റ്. അങ്ങനെ വണ്ടിയൊക്കെ എടുത്തു തിരിച്ച് നേരെ ലുലുവിലേക്കാട്ടോ പോകുന്ന ഷോപ്പിങ്ങിന്. എൻ്റെ കൂടെ കാതറിക്കാട്ടോ വന്നത് തന്നെ. എൻ്റെ വ്ളോഗിൽ ആദ്യം കാണിച്ചില്ലേ, അതാണ് കാതറിക്ക. ആദ്യമായിട്ടാട്ടോ കാതറിക്ക എൻ്റെ വ്ളോഗിൽ ഇങ്ങനെ പ്രത്യക്ഷപ്പെടുന്നത്. ഏകദേശം ഒരു 2 months ആയിട്ട് ഞാൻ ലുലുവിൽ ഷോപ്പിങ്ങിന് പോകാറില്ല. അപ്പോൾ എന്ന് വെച്ചാൽ കാര്യമായിട്ടുള്ള പർച്ചേസിങ്ങിന്, അതായത് മന്ത്ലി പർച്ചേസിങ്ങിന് ഞാനങ്ങനെ പോകാറില്ല. അപ്പോൾ ഇപ്രാവശ്യം കുറച്ച് ഹെവി ആയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് കുറേ സാധനങ്ങൾ തീർന്നിരിക്കുകയായിരുന്നു. വണ്ടി ഫസ്റ്റ് സർവീസിന് കയറ്റേണ്ടതുകൊണ്ട് ഞാൻ ഇൻ ബിറ്റ്വീൻ വണ്ടി കഴുകാനൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ വണ്ടി കഴുകി കിട്ടിയപ്പം ഭയങ്കര പുത്തം പോലെ ഇരിക്കുന്നുണ്ടായിരുന്നു. നേരെ ഹൈപ്പറിലേക്ക് വന്നു. അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു, കാരണം ഓഫീസിൽ നിന്നൊക്കെ ആൾക്കാർ ഇറങ്ങി വരുന്നൊരു ടൈമായിരുന്നു ഞാൻ ലുലുവിലെത്തിയത്. മന്ത്ലി പർച്ചേസ് ആയതുകൊണ്ട് തന്നെ ഒരു ഏരിയ പോലും വിടാതെ എല്ലാ ഏരിയയിലും നടക്കേണ്ട വന്നു. പിന്നെ ഒരു കാര്യമുണ്ട്, ലുലുവിൽ ഹൈപ്പറിൽ കയറിയാൽ തന്നെ സമയം പോകുന്ന അറിയത്തില്ല. അതുപോലെ തന്നെ ഹൈപ്പറിൽ കയറി കഴിഞ്ഞാൽ മണിക്കൂറുകൾ പോകുന്നത് നമ്മൾ അറിയത്തതേയില്ല. നമ്മൾ ഹൈപ്പറിൽ നിന്ന് തന്നെ കേട്ടോ ഫുഡ് വാങ്ങിയത്. കാരണം ഫുഡ് കോർട്ടിൽ ഭയങ്കര കോസ്റ്റാണ്. അതേസമയം ഹൈപ്പറിൽ നിന്ന് ഫുഡ് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും കോസ്റ്റ് ഇല്ല. എങ്കിൽ നല്ല ഫുഡും കിട്ടും, പക്ഷേ സെലക്ട് ചെയ്ത് വാങ്ങിക്കണം എന്നേ ഉള്ളൂ. ഷവർമയൊന്നും എനിക്കിഷ്ടമല്ല അവിടുത്തെ കേട്ടോ. അതേപോലെ ഹൈദരാബാദ് ബിരിയാണിയാണ് കഴിച്ചത്. അത് നല്ല സൂപ്പറാട്ടോ ലുലുവിലെ ഹൈപ്പറിൽ നിന്ന് വാങ്ങിക്കുന്നത്. ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞിറങ്ങിയപ്പോഴത്തേക്കിനും നല്ല കനത്ത മഴയായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നേരെ പിന്നെ പെട്രോളും എല്ലാം അടിച്ചതിന് ശേഷം നേരെ വീട്ടിലേക്ക് പോരുന്നു. ആക്ച്വലി ഇതൊരു കുട്ടി വ്ളോഗാട്ടോ. നിങ്ങൾക്ക് ഇതേപോലുള്ള വീഡിയോ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്